വെൽക്കം ടു മൈ ചാനൽ. യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പോളിസീസ് ഇപ്പോഴും കുറേ പേർക്ക് അറിയാത്തതുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പോളിസീസ് എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാണ് എൻ്റെ ചാനൽ, സുചിത്ര സന്ധു. ഇതാണ് കേട്ടോ എൻ്റെ ചാനൽ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻഡിവിജ്വലി ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഓരോ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ എത്ര ലൈക്സ് ഉണ്ട്, കമൻറ്റ്സ് ഉണ്ട്, എത്ര വാച്ച് അവർ കിട്ടി, അങ്ങനെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിലാണ്. അപ്പോൾ ഇത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ അതിൻ്റെ ഡാഷ്ബോർഡാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏൺ എന്നൊരു പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ. ആ ഒരു ഏൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാണാം. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് എന്താണ്, 3 വീഡിയോസ് നമ്മൾ 90 ഡേയ്സിനുള്ളിൽ അപ്ലോഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലൂ കളറിൽ ഇങ്ങനെ ലൈൻ വന്നിട്ടുണ്ടാവും. അതിന് ശേഷം എനി വൺ ഓഫ് ദി ഫോളോയിങ് എന്ന് പറഞ്ഞാൽ താഴെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഫസ്റ്റത്തെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഹാഫ് മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയാസാണ്. നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഫുൾ മോണിറ്റൈസേഷൻ ആവുന്നത്. അപ്പോൾ ഹാഫ് മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് 500 സബ്സ്ക്രൈബേഴ്സാണ്. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 2 കാറ്റഗറി ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ലോങ് വീഡിയോസാണ്, രണ്ടാമത്തെ ഷോർട്ട് വീഡിയോസാണ്. ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമ്മുടെ ചാനലാണല്ലോ. അപ്പോൾ അത് ലോങ് വീഡിയോസ് എന്ന് പറയുന്ന കാറ്റഗറി, ഈ ഒരു വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നമ്മൾ ലെങ്ത് ആയിട്ടുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമല്ലോ. അപ്പോൾ ഇതൊക്കെ ലോങ് വീഡിയോ കാറ്റഗറീസിൽ പോകും. അപ്പോൾ ഇതിൻ്റെ വാച്ച് അവേഴ്സൊക്കെ നമുക്ക് ലോങ് വീഡിയോയിലാണ് കയറുന്നത്. അതുപോലെ നമ്മൾ ലൈവൊക്കെ നടത്താറുണ്ടല്ലോ ചാനലിൽ. അപ്പോൾ അങ്ങനെ നടത്തുന്ന ലൈവ് സ്ട്രീമിങ്സിൻ്റെ വാച്ച് അവേഴ്സും ലോങ് വീഡിയോയുടെ കാറ്റഗറിയിലാണ് പോകുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഷോർട്സ് ആണ്. അപ്പോൾ ഇവിടെ ഷോർട്സിൽ നമ്മളിങ്ങനെ ചെറിയ ചെറിയ വീഡിയോസുകൾ 10 സെക്കൻഡ്സ് 15 സെക്കൻഡ്സ് അപ് ടു 3 മിനിറ്റ്സ് വരെയുള്ളത് ഷോർട്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഷോർട്ട് വീഡിയോസിൻ്റെ കാറ്റഗറിയിലാണ് പോകുന്നുണ്ടാവുക. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും വാച്ച് അവേഴ്സ് സെപ്പറേറ്റ് ആയിട്ടാണ് ആഡ് ഓൺ ആയി പോകുന്നത്. അപ്പോൾ ഷോർട്സ് നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സുകളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ വിത്തിൻ 3 മന്ത്സിൻ്റെ ഉള്ളിൽ നമുക്ക് 100 മില്യൺസ് ആണ് ഫുൾ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഹാഫ് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് 30 lakhs, അതായത് 3 മില്യൺ ആവണം. അപ്പോഴാണ് ഹാഫ് മോണിറ്റൈസേഷൻ ആവുന്നത്. അപ്പം സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ 90 ഡേയ്സിനുള്ളിൽ ഷോർട്സിൽ നിന്ന് മാത്രം അത്രയും വ്യൂസ് കിട്ടാൻ റിസ്ക് ആയതുകൊണ്ട് ലോങ് വീഡിയോസ് ഫോക്കസ് ചെയ്യാം. ലോങ് വീഡിയോസ്, വ്ളോഗുകൾ, ഡേ ഇൻ മൈ ലൈഫ്, അങ്ങനത്തെ എന്ത് നമ്മൾ 3 മിനിറ്റിന് കൂടുതലുള്ളതൊക്കെ ലോങ് വീഡിയോസിൽ പോകും. പിന്നെ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ നടത്താം. അപ്പോൾ അതൊക്കെ ലോങ് വീഡിയോൻ്റെ കാറ്റഗറിയിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വാച്ച് അവേഴ്സ് ഇവിടെ കാണിക്കും. ഷോർട്സിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും, ലോങ് വീഡിയോൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. അപ്പം ലോങ് വീഡിയോസിൻ്റെ വാച്ച് അവർ എന്ന് പറയുന്നത് 1 വർഷത്തിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്താൽ മതി. 3000 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് മോണിറ്റൈസേഷൻ ആവും. അപ്പം നമുക്ക് നമ്മുടെ ചാനലിൽ ഡോളറൊക്കെ കാണിക്കാൻ തുടങ്ങും, ഡോളേഴ്സൊക്കെ ആഡ് ഓൺ ആവും. അപ്പോൾ അങ്ങനെയാണ് ലോങ് വീഡിയോസിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത്. ഷോർട്സ് പിന്നെ നമുക്ക് താഴെ ആഡ് ഓൺ ആവും. അപ്പോൾ അതിൽ 2 ഏതെങ്കിലും ഒന്ന് നമ്മൾ സക്സസ് ആക്കിയാൽ മതി. അതായത് 500 സബ്സ്ക്രൈബേഴ്സുമായി നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് 3000 വാച്ച് അവർ അല്ലെങ്കിൽ 30 ലക്ഷം ഷോർട്സിൽ വ്യൂസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആയി എന്നാണ് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ നോക്കാം. ഹാഫ് മോണിറ്റൈസേഷൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ്, സൂപ്പർ ചാറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓണായി കിട്ടും. അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മുടെ ചാനൽ നോക്കുന്ന സമയത്ത് ഡോളർ കാണിക്കും. അപ്പം നമുക്ക് അവർക്ക് സൂപ്പർ ചാറ്റ് ലൈവൊക്കെ ചെയ്യുന്ന സമയത്ത് സൂപ്പർ ചാറ്റൊക്കെ ഇട്ട് തരാൻ പറ്റും. ഇനി ഫുൾ മോണിറ്റൈസേഷനെ കുറിച്ച് നോക്കാം. ഫുൾ മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പം നമുക്ക് ആഡിൽ നിന്ന് വരുന്ന ഇൻകം, അങ്ങനത്തെ ഒരുപാട് ഇൻകം വരുന്നത്, അതുപോലെ നമ്മുടെ ചാനൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടാനുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആദ്യം ആവണം. അതിനുശേഷം $100 കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് യൂട്യൂബിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 4000 വാച്ച് അവർ ആവണം. അതായത് നമ്മൾ മുന്നേ കണ്ടല്ലോ, ഹാഫ് മോണിറ്റൈസേഷന് 3000 വാച്ച് അവർ ആവണം, ഫുൾ മോണിറ്റൈസേഷന് 4000 വാച്ച് അവർ ആവണം. അതുപോലെ അത് അല്ലെങ്കിൽ ഷോർട്സിൽ 100 ലക്ഷം വ്യൂസ് 10 മില്യൺ ആവണം ഷോർട്സിൽ. അപ്പോൾ ഇതാണ് ഫുൾ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ. ഹാഫ് മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ നമ്മൾ ആദ്യം ഓൾറെഡി പറഞ്ഞു. ഇത് രണ്ടും കഴിഞ്ഞു, നമ്മളിത് ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം $100 കൂടി ആവുമ്പോഴാണ് ഫസ്റ്റ് പേയ്മെൻറ്റ് നമുക്ക് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.